ഇഷ്ടായോ? ഒരു ഹഗ്ഗൊക്കെ താണോ? അങ്ങനെ പറയാ. ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എൻ്റെ അജിത്തിൻ്റെ ബർത്ത്ഡേ ആണ്, അതും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് നമുക്ക് അടിച്ചു പൊളിക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ലുക്ക്? നിങ്ങളെൻ്റെ സാരി ഡ്രൈപ്പിങ്ങനെ അധികം റേറ്റ് ചെയ്യരുത് കേട്ടോ. ബിക്കോസ് ഞാൻ ഭയങ്കര മോശമാണ് സാരി എടുക്കുന്നതിൽ. ഞാൻ വളരെ കുറച്ച് തവണ സാരി എടുത്തിട്ടുള്ളൂ. മേ ബി ബിലോ 10 എന്ന് പറയാം. ഈവൻ കല്യാണം ഉൾപ്പെടെ അത്രേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് സാരി ഉടുക്കുന്നതിനെ പറ്റി ഒന്നും അറിയില്ല. ഇത്രയും സിമ്പിളായിട്ടുള്ള സാരി ഉടുക്കാനായിട്ട് തന്നെ എനിക്ക് യൂട്യൂബൊക്കെ നോക്കേണ്ടി വന്നു. എന്നിട്ട് ഒരു വിധത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിക്കുട്ടി വെച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ. ഇതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അത് കാരണം നേരത്തെ എണീച്ചു. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ സാരി ഉടുക്കാനുള്ള കഷ്ടപ്പാടുകൾ. മിക്കാവിലും പോണം, തെച്ചിക്കോട്ട് കാവും പോണം. പിറന്നാൾ കുട്ടി പിറന്നാളായിട്ട് അയ്യോ വേണ്ട വേണ്ട, നല്ല തിരക്കാ റോട്ടിൽ. അപ്പോൾ നമുക്കിനി പരമക്കാവ് എത്തിയിട്ട് കാണാം. അവിടെ പാരമേക്കാവ് അമ്പലത്തിലെത്തിയിട്ടോ. ശഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് അമ്പലമല്ല. ഞങ്ങൾ കയറിയിട്ട് ഇനി ഇറങ്ങിയിട്ട് കാണാം. പെരുന്നാളായിട്ട് നമ്മുടെ അമ്പലം വിസിറ്റ് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഡു യു ഫീൽ ഹാപ്പി? യാ 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 യാ. അപ്പോൾ നമ്മൾ പാറമേക്കാവുന്ന ഇറങ്ങി. പാറമേക്കാവുന്ന ഇറങ്ങി. ഇനി നമ്മൾ നേരെ തെച്ചിക്കോട്ട് കാവ് പോവാണ് കേട്ടോ. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിത് ഇറങ്ങി കേട്ടോ. അമ്പലത്തൊന്നും ഇറങ്ങി കേട്ടോ. വലിയ ഗ്രൗണ്ടാണ് കേട്ടോ തെച്ചിക്കോട്ടുകാവ്. രാമചന്ദ്രൻ അപ്പുറത്തുണ്ട് കേട്ടോ. ഞങ്ങൾ കാണാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട്. തവണ നമ്മുടെ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് 2 സ്ഥലത്തും പാറമേക്കാവിലും തെച്ചിക്കോട്ടുകാവിലും നന്നായി തൊഴാൻ പറ്റി. മോർണിംഗ് അമ്പലങ്ങളിൽ പോകുന്നത് എനിക്ക് നല്ല മടിയുള്ള കാര്യമാണ്. കാരണം നേരത്തെ എണീക്കണം, ഫ്രഷ് ആവണം, ഡ്രസ്സ് ചെയ്യണം, പോകണം. പക്ഷേ ഇന്ന് പിറന്നാളായത് കാരണം കൊണ്ട് ഒരു മടിയില്ലാതെ തന്നെ ഞങ്ങൾ എണീച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിറന്നാളായതുകൊണ്ട് ശാന്തമ്മയുടെ വക സ്പെഷ്യൽ സദ്യ ഉണ്ട് അജിത്തിന് വേണ്ടിയിട്ട്. സദ്യ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി ഇത് പിറന്നാൾ ദിവസമാണ്. ഇനി ബർത്ത്ഡേയുടെ അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സർപ്രൈസൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ. ഗിഫ്റ്റ് നിങ്ങൾ കാണാം, അത് കൊടുക്കുമ്പോൾ കാണാൻ എന്താണുള്ളത്. അപ്പം ഞാനെല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാവാൻ വരുമ്പോൾ കൊടുക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ ജനലിലെങ്ങാനും വെക്കാം, അവൻ വരുമ്പോൾ കാണട്ടെ. അപ്പം ഞാൻ അവിടെ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന്. പിന്നെ വിചാരിച്ചു എനിക്കൊരു ഷോട്ട് എടുക്കാനുണ്ടെന്നുണ്ട്. ഞാൻ അവനെ വിളിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ആ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഞാനിത് കൊടുക്കാം. അങ്ങനെ മതിയോ? എങ്ങനെയാണ്ട് ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം അവൻ ഇറയത്തിരിക്കുകയാണ്. അപ്പോൾ
അങ്ങനെ ചെയ്താലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് എൻ്റെ ഒരു മേക്കപ്പ് ബാഗാണ് കേട്ടോ. അപ്പം ഞാനിതൊരു ടേബിളിൽ വെച്ചിട്ടാണ് പോയത്. അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പം ഈ ബാഗിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, വാച്ചാണ് കേട്ടോ. അപ്പം ഞാനിത് ഇതിൻ്റെ ഉള്ളിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ വരുമ്പോൾ ഞാൻ ഷോർട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കൊടുക്കാം. അപ്പം സേഫാണ് അവിടെ. വന്നിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഇവിടെ നോക്കണേ, ക്യാമറയിൽ നോക്കണം. അതിപ്പോ റണ്ണിങ് ആണ്. അപ്പൊ ജസ്റ്റ് നോക്കിയിട്ട് ചുമ്മാ നമ്മൾ രണ്ടുപേരും ഒന്ന് സ്മൈൽ ചെയ്തൊക്കെ കൊടുത്താൽ മതി. ഞാൻ പിന്നെ അതിന് കട്ട് ചെയ്തെടുത്തോളാം, സ്ലോ ആക്കിയോളാം. ഇല്ല, എന്റെ ഒറിജിനല് ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ നോക്ക്. ഓക്കെ ഓക്കെ, സെറ്റ്. ചിരിച്ചൊക്കെ നിക്ക്. സ്ലോ പോലെ. അയ്യേ, എന്തിങ്ങനെ ചിരിക്കുന്ന? നന്നായി ചിരിക്കുക. പിറന്നാളായിട്ട് ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു? പറോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതും കട്ട. ഞാനൊന്നും ഇടില്ല കേട്ടോ. പറഞ്ഞതാ. പിറന്നാളും ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പറ. സർപ്രൈസ് ആയിട്ട് ഞെട്ടിയോ? ഞെട്ടി. ഇവൻ ശരിക്കും ഞെട്ടിയിട്ടാ. അവൻ കയറി വന്നപ്പോ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാതിൽ തുറന്നപ്പോ ഇവൻ ശരിക്കും ഞെട്ടി. പക്ഷെ പറ്റിയത് എന്റെ മറ്റേ പോപ്പറാണ് കേട്ടോ. ആ സാധനം പൊട്ടിയില്ലല്ലോ. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മളത് കാണിക്കും. അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല അവർക്ക്. പിന്നെ പിറന്നാളായിട്ട് അമ്പലത്തിൽ പോയിട്ടൊക്കെ ഹാപ്പി അല്ലേടാ കുട്ടാ? കുറച്ചും കൂടി ഹാപ്പി ആവട്ടെടാ കുട്ടാ. അതുകൊണ്ട് ഇവിടെ നിക്കുക. കുറച്ചും കൂടി ഹാപ്പി ആക്കണ. അതിന്റെ സാധനം തന്നല്ലോ. അയ്യോ, എക്സ്പ്രഷൻ. നിങ്ങൾ നീങ്ങിക്ക, അവരും കൂടി കാണട്ടെ. ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. എങ്ങനെയുണ്ട്? വരച്ച് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇതാണ് വാച്ച്. ടോംസിന്റെ ആണ് കേട്ടോ. അത് നിന്റെ ഇഷ്ടായോ? ഇതൊക്കെ ആണോ? അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ സർപ്രൈസ്. അവന് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ക്യാമറ നോക്കുന്ന അവന്റെ ഒറിജിനൽ സംഭവങ്ങളൊന്നും പുറത്തു വന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും കട്ട് ചെയ്യാൻ പോവാണ്. ഇത് നമുക്ക് സദ്യ. അതെ, ഓക്കെ. പിറന്നാൾ റെഡി. ശൈമണി റെഡിയാണോ? സദ്യ കഴിക്കാം. അതെ, എല്ലാം സെറ്റാണ്. വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ആദ്യത്തെ ഉരുള, പിറന്നാളൂട്ട്, അങ്ങനെ എന്തോ പറയില്ലേ? പിറന്നാൾ സദ്യ. എന്നാ അങ്ങനെ കാമാണ് പരിപാടി. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട്? സദ്യ ഇഷ്ടായോ? ആണ് നമ്മുടെ സദ്യ. സാമ്പാർ. ഇതെന്തിട്ടൊക്കെ അറിയാമേ? അല്ല, എന്തിട്ട് പേര്? ഓലൻ. പയറും മത്തങ്ങ ഓലൻ. അതെനിക്കറിയാം. പച്ചപ്പയർ, പിന്നെ എന്താ പറയാ, അവിയല്, അച്ചാറ്, പപ്പടം. അടിപൊളി. ശരി. മാമനത് കാണിച്ച അങ്ങനെ പറയാ. കുറച്ച് ശരിക്ക് സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവും. ആരോടാ അച്ചാറോ? എന്താ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കാണ് കേട്ടോ. അപ്പോൾ
ടി വി വെച്ചിട്ടുണ്ടകത്ത്, അതിൻ്റെ ഒരു നോയ്സാണ്. അപ്പോൾ ലഞ്ച് സ്പെഷ്യൽ ഇന്ന് ബിരിയാണിയാണ്. പക്ഷെ അത് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും അവനറിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ പറയാം അത് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടാവില്ല, കാരണം ബിരിയാണി ഉണ്ടാക്കിയത് അവനും ശാന്തമ്മയും കൂടിയിട്ടാണ്. ഞാൻ അസിസ്റ്റൻ്റായിട്ട് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു, സാലഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവർ തന്നെയാണ് മെയിൻ ഉണ്ടാക്കിയത്. അപ്പോൾ അവന് വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. എങ്കിലും ബർത്ത്ഡേ സ്പെഷ്യലാണെന്ന് ഒരിക്കലും അവൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നമുക്കിപ്പോൾ പറയാം, എന്നിട്ട് കഴിക്കാം. ഇത് ആക്ച്വലി നിന്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഞങ്ങൾ ഇന്നലെ പ്ലാനിങ് ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ പ്ലാൻ ആക്കിയിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ മാറുന്നുണ്ട്. കഴിച്ച് നല്ല ക്ഷീണത്തിലിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അർജന്റായിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങേണ്ടി വന്നു, കാരണം എൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് അമ്മ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല കോൾഡാട്ടോ, കോൾഡും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം എൻ്റെ കുറച്ച് ഐറ്റംസ് പോയിട്ട് അമ്മയുടെ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യാം. ഒരു മിനിറ്റ്. പിന്നെ നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കിയല്ലോ, അപ്പോൾ ആ ബിരിയാണി അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയുടെ ആക്ച്വലി ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പോൾ അകത്താണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിൽ ഇവിടെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അജിത്തൊന്ന് നോക്കാൻ പോയിക്കാം. അപ്പോൾ ഇവിടെ കഴിക്കാനൊന്നും സൗകര്യം ഉണ്ടാവില്ല. അപ്പം അമ്മ വീട്ടിൽ പോയിട്ട് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. അച്ഛനും ഉണ്ട്. പിന്നെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിപ്പൂന് കുറച്ച് ഐറ്റംസ് കൊടുത്തു വിടാനുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഒരു ഐറ്റം പോയി മേടിക്കാനുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ എടുത്ത് വെച്ചതൊക്കെ ദേവുവിൻ്റെ മാമൻ പോകുന്നുണ്ട്. ദേവുനും ചിപ്പൂനൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാട്ടെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് രണ്ടുപേരും. അപ്പോൾ ദേവുവിൻ്റെ മാമന് വേണ്ടിയിട്ട്, മാമന് കൊണ്ടുകൊടുക്കാനായിട്ട് ചിപ്പൂൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ പാർസൽ ചെയ്ത് കൊടുക്കുകയാണ്. കിട്ടി ഗൈസ്. അമ്മനെ ഫുഡ് കൊടുത്തിട്ട് പോരാന്ന് വിചാരിച്ചതാ. അപ്പോൾ പിന്നെ എന്തായാലും അമ്മയുടെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മേനെ കൂടെ എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അതേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കാം. അമ്മയ്ക്കുള്ള ബിരിയാണിയൊക്കെ കിട്ടിയില്ലേ? ബിരിയാണി അവിടെ വേണ്ട, നല്ല വാഴയിലയിൽ പൊതിഞ്ഞ അടിപൊളി ബിരിയാണി. ഇനി നമ്മൾ അമ്മേനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ അമ്മേനെ ഇറക്കി കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റില്ല, പെട്ടെന്നായിരുന്നു, നമുക്ക് സമയമില്ല. അപ്പോൾ വേഗം പോയി അമ്മേനെ ഇറക്കിയിട്ട് പോന്നു. ഇനി നമ്മൾ ചിപ്പൂൻ്റെ ഐറ്റംസ് കൊണ്ടുകൊടുക്കാനായിട്ട് പോവാണ്. നമ്മളിത് ദേവന്റെ മാമന്റെ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് വീട്. ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അത് ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്തു, ജസ്റ്റ് ഇറങ്ങി. ഇനി അപ്പോൾ ചിപ്പൂൻ്റെ അത് പരിപാടി കഴിഞ്ഞു. അതെ, കുറച്ചുകൂടി അജിത്ത് ആക്ച്വലി എത്താറായിട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും അളിയനൊക്കെ എത്തിയ കാരണം കൊണ്ട് അവൻ വേഗം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ വന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ ഒരുവിധം ഡെക്കറേഷൻസൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊന്ന് മാറി, ചുമ്മാ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ചുമ്മാ ഡ്രസ്സ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം എത്തും, ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവൻ വന്നാൽ മതി. അപ്പം ഞാൻ ക്യാമറ ജസ്റ്റ് അവിടെ വെക്കാം, വീഡിയോ എടുക്കാനായിട്ട് ജസ്റ്റ് അവിടെ വെക്കാം, ബാക്കി കാണാം. ഹാപ്പി ബർത്ത്ഡേ.